ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള റെഞ്ചി വർഗീസ് അച്ഛൻ, നമ്മുടെ ഭദ്രാസന സെക്രട്ടറിയായി അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഈ നാളുകളിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നാനു ചാണ്ടി അച്ഛൻ, ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഷൈമോൻ ഏലിയാസ് അച്ഛൻ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠ, ഗാന ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഗായക സംഘ അംഗങ്ങൾ, പ്രിയ വിശ്വാസ സമൂഹം, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ഭദ്രാസന പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ ഏറ്റവും അനുഗ്രഹീതമായി നിർവഹിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കൊക്കെ അപ്പുറത്ത് ദൈവം അനുഗ്രഹീതമായി നമ്മുടെ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ ഓരോ ദിനങ്ങളിലും അതിശയകരമായി നടത്തുന്നു. നമ്മുടെ സെന്റർ കൺവെൻഷൻ, നമ്മുടെ 3 സെന്റർ കൺവെൻഷനാണ് ഈ ഭദ്രാസനത്തിലുള്ളത്. ഒന്ന് ഹൈദരാബാദ് സെക്കൻഡറാബാദ് സെന്റർ കൺവെൻഷൻ, അത് കഴിഞ്ഞ മാസത്തിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. പിന്നീട് ചെന്നൈ സെന്റർ കൺവെൻഷൻ, അത് 1-ാം തീയതി മുതൽ 2026 1-ാം ദിനം മുതൽ ഈ ദിനം വരെയും നിർവഹിക്കപ്പെടുന്നു. ഇനിയുമുള്ളത് ബാംഗ്ലൂർ സെന്റർ കൺവെൻഷനാണ്. അത് ഈ മാസത്തിന്റെ അവസാന വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ ബാംഗ്ലൂരിൽ വെച്ചുള്ള ഇടവകളിൽ നിർവഹിക്കപ്പെടും. മറ്റ് എന്നത്തെക്കാളും ഉപരിയായി ഈ വർഷം നമ്മുടെ ഇടവകകളിൽ ഒരു പുതിയ ഉണർവ് ലഭിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 4 ദിനങ്ങളിലും ഉണ്ടായിരുന്നു. പാടി മാർത്തോമ പള്ളിയിലും, ആവടി മാർത്തോമ പള്ളിയിലും, സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലും, ഈ 3 പള്ളികളിലും സന്ധ്യാസമയത്തെ കൺവെൻഷൻ, അതെല്ലാവരും ആ പള്ളി നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. മറ്റ് ദൂരെയുള്ള പള്ളികളിൽ നിന്ന് പോലും ആളുകൾ വന്ന് സംബന്ധിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അവിടെയാണ് നമ്മുടെ ഇച്ചിരി ദൂരെയുള്ള സ്ഥലം. എൻ്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും അന്നത്തെ കൺവെൻഷൻ ആളുകൾ വന്നു ചേരുക എന്നുള്ളത്. എന്നാൽ ആ ദേവാലയം നിറയെ ആളുകൾ വന്ന് സംബന്ധിച്ചു. അതുപോലെ പാടിയിലും സെന്റ് തോമസ് മൗണ്ടിലും ഇന്ന് ഈ ആരാധനയിലും സമാപന സമ്മേളനത്തിലും വിശ്വാസ സമൂഹം ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ വന്ന് സംബന്ധിക്കുന്നു. 2 കൺവീനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഷൈമോൻ ഏലിയാസ് അച്ഛനും നോർത്ത് മദ്രാസ് ഇടവകയിലെ പ്രിയ ജിജി മാത്യൂസും. അവരുടെ നല്ല സഹകരണം, അതുപോലെ തന്നെ ഓരോ ദൗത്യങ്ങളും ഏൽപ്പിച്ചവർ ആ ദൗത്യങ്ങൾ എല്ലാം തന്നെ ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ
ക്രമീകരിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് തുടർന്നുള്ള നാളുകളിൽ നമുക്ക് ലഭിച്ച ആ അനുഗ്രഹീതമായ ദൈവവചനങ്ങളോടുകൂടെ 2026 ഓരോ ദിനങ്ങൾ നമുക്ക് മുൻപോട്ട് നയിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായമാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 33-ാമത്തെ വാക്യം വരെയും ഇന്ന് നമ്മളുടെ ധ്യാനത്തിന് അടിസ്ഥാനമാണ്. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ കൂടിയിരിക്കുന്ന ഈ കൺവെൻഷന്റെ അവസാന യോഗത്തിൽ നിന്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ 2026 എന്ന പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായത്. ഇനിയുമുള്ള ഓരോ ദിനങ്ങൾ പിന്നിടുമ്പോഴും അവിടെയൊക്കെ നിന്റെ കൃപയും നിന്റെ ബലവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം അത് നിന്റേതാണ്. ഈ തിരുവചനം അത് ഞങ്ങളുടെ ജീവിതത്തിന് നീ നൽകിയതാണ്. ദൈവമേ, നിന്റെ മക്കൾക്ക് ആവശ്യമായ ദൂത് നൽകുവാൻ തക്കവണ്ണം അടിയന്റെ നാവിൽ നിന്റെ വാക്കുകൾ തരണം. കൃപയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണം. നിന്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എല്ലാവരെയും നിർത്തണം. കൃപയോടെ ഞങ്ങളെ നിന്റെ ശബ്ദം കേൾപ്പാൻ ഒരുക്കണം. ആ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, ആ വേദഭാഗം വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് തുറക്കുന്നത് നല്ലതാണ്. ഇത് ധ്യാനമാണല്ലോ. ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ 13 മുതൽ
22 വരെയുള്ള വാക്യങ്ങൾ വേറൊരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പിന്നെ 23 മുതൽ പിന്നീടുള്ള വാക്യങ്ങൾ മറ്റൊരു സംഭവം. 3 സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധ്യാനമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ 12ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്ത് കുഴിച്ചിട്ടു, പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. ഏറ്റവും ദുഃഖാത്മകമായ ഒരു സംഭവമാണിത്. ഏറ്റവും ഹൃദയവേദന നൽകുന്ന ഒരു സംഭവമാണ്. നമ്മളൊക്കെ ക്രിസ്തു ജനനത്തെ കുറിച്ച് ധ്യാനിക്കുവാൻ തുടങ്ങിയ ആ ദിനങ്ങളിൽ നോയമ്പ് കാലത്തെ ഏറ്റവും ആദ്യത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വായിച്ച വേദഭാഗം, സുവിശേഷ ഭാഗം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അവിടെ 2 പേരെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും അതുപോലെ പ്രമാണിച്ചു വരുന്നവരുമായിരുന്നു. അവർ ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് മക്കൾ ഇല്ലായിരുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ അതിശയം. The impossible become possible. അസാധ്യമായത് സാധ്യമായ അനുഭവമാണ്. ലോകം നിന്ദാപാത്രമായി പരിഹാസ വിഷയമായി തീർന്ന എലിസബത്തിന്റെ ജീവിതം ധന്യമായ അനുഭവങ്ങളിലേക്ക് ഉയരുന്ന കാഴ്ചയാ കാണാൻ സാധിച്ചത്. അവർ ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. ഇനി മക്കൾ എന്ന സ്വപ്നം അവർക്ക് കാണാൻ കഴിയാതെ പോകുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയത് എലിസബത്ത് മച്ചിയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. അവർ ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. There is no possibilities in their life to dream about a child because they have come to the fag end of their life. അതുവരെ മനുഷ്യരുടെ ഇടയിൽ അവരുടെ മുൻപിൽ നിന്ദാപാത്രമായി പരിഹാസ വിഷയമായി തീർന്നവർ. അതുകൊണ്ട് തന്നെയാണ് 1-ാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എലിസബത്ത് ഗർഭവതിയായി തീരുമ്പോൾ അവൾ പറയുന്ന വാക്കുകളുണ്ട്. എന്താന്നറിയാമോ? അത് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം
കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. നോക്ക്, ഒരു പൈതലിനെ ലഭിച്ചു. അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. അതൊക്കെ അതിശയകരമായ രീതിയിലാണ് സംഭവിക്കുന്നത്. അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. ആ യോഹന്നാൻ സ്നാപകനാണ് ഇപ്പോൾ സംഭവിച്ച ഈ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്. എന്താ? അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവന്റെ ഉടൽ എടുത്ത്, ശിരസില്ല കേട്ടോ, ഉടലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചില ചിന്തകളുണ്ട്. യേശുവിന്റെ സമകാലികനാണ്. അങ്ങനെയാണെങ്കിൽ 30 വയസ്സ് ഈ ലോകത്തിൽ ജീവിച്ച യോഹന്നാൻ സ്നാപകന്റെ ജീവിതം എന്ത് ഉദ്ദേശത്തോടുകൂടെ യോഹന്നാൻ സ്നാപകനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചോ, ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ് 30-ാമത്തെ വയസ്സിൽ. യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വരികയാണ്. യോഹന്നാൻ സ്നാപകൻ തന്റെ ദൗത്യം മുൻപോട്ട് നയിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാളും ശക്തനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറുകളെ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്കാണ് യേശു സ്നാനമേൽക്കുവാൻ വരുന്നത്. സ്നാപക യോഹന്നാൻ പറഞ്ഞു സാധ്യമല്ല. പക്ഷേ യേശു നിർബന്ധിച്ചു. യോഹന്നാൻ സ്നാപകൻ യേശുവിന് സ്നാനം നൽകുന്ന അനുഭവമാണ്. അപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു. ഇതാ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് വാർദ്ധക്യത്തിൽ ഈ മകനെ ദൈവം നൽകിയത്? ഒരു ഉദ്ദേശം, യേശുവിനു വേണ്ടി വഴിയൊരുക്കുക. വഴിയൊരുക്കി, പൂർണ്ണമായി വഴിയൊരുക്കി. യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന ആ വാക്കും കേട്ടു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? അവന്റെ ശിരച്ഛേദമാണ്. ഞാനത് അധികമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ്.
ഹെരോദാവ് ഇതാ അവന്റെ ശിരച്ഛേദം നടത്തിയിരിക്കുന്നു. ഹെരോദാവിന്റെ കൽപ്പന പ്രകാരം. അപ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ദുഃഖാത്മകമായ ഒരനുഭവം, വളരെ വേദനാജനകമായ ഒരനുഭവം. പക്ഷേ അത് ദുഃഖാത്മകമെങ്കിലും വേദനാജനകമെങ്കിലും യേശു ക്രിസ്തു തന്നെ പിന്നീട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുവാനാണോ? മാർദ്ദവ വസ്ത്രം ധരിച്ചവർ അന്തഃപുരങ്ങളിലല്ലേ? എന്നിട്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ഇല്ല. His life became a celebration. Though in the face of the world, his life became a tragedy. His life was full of celebrating. His life for the glory and the master, the giver of his life. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് അവനെ കുറിച്ച് സാക്ഷീകരിച്ചത്: നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയെ കാണാനോ? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിച്ചവർ അന്തഃപുരങ്ങളിലല്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഇന്ന് ലോകത്തിൽ എത്ര പ്രഗത്ഭന്മാരുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകം, ഈ വിശുദ്ധ വേദപുസ്തകം ലോകത്തിൽ ഉള്ളിടത്തോളം കാലം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്: ട്രംപ് അല്ല ശക്തൻ. കർത്താവ് പറയുകയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ദുഃഖാത്മകമായ സംഭവം, വേദനാജനകമായ സംഭവം. ഒരു സാധാരണ രീതിയിലുള്ള മരണം പോലും അവന് ലഭിക്കുന്നില്ലല്ലോ. പക്ഷേ till the end of his life he was celebrating his life for the glory of the master, the giver of life. ഇതാണ് 2026 ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Celebrate the life for the glory of the master, the giver of life. അതാണ് ആവശ്യം. ഇനിയും രണ്ടാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ 13-ാമത്തെ വാക്യം, യേശു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. കണ്ടോ? യേശു ക്രിസ്തു ഇപ്പോൾ മുൻപോട്ട് വരുന്നില്ല. റിയലി ഹി ഈസ് വിത്ഡ്രോയിങ്. നിർജ്ജന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തെ കുറിച്ച്
ശിഷ്യന്മാർ പിന്നീട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്ഥലം എങ്ങനെയുള്ളതാ? നിർജ്ജനമായ ഒരു സ്ഥലമാണ്. എന്നാൽ ശിഷ്യന്മാർ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ. കണ്ടോ? അവിടെ യേശു വിഡ്രോ ചെയ്ത ആ സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. നിർജ്ജന സ്ഥലത്തേക്ക് പോയി, മരുഭൂമിയാണ്, മനുഷ്യവാസയോഗ്യമല്ലാത്ത സ്ഥലം, ഒന്നും വളരുവാൻ അനുവദിക്കാത്ത സ്ഥലം. ജീവിതത്തിൽ ഭയാനകത നൽകുന്ന അനുഭവങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, സാധ്യതകൾ ഒന്നുമില്ലാത്ത സ്ഥലം. യേശു അവിടേക്കാണ് പോകുന്നത്, ഒരു നിർജ്ജന സ്ഥലത്തേക്ക്. ഒന്നും വളരുവാൻ അനുവദിക്കാത്ത സ്ഥലം, ഭയാനകത നൽകുന്ന സ്ഥലം, മനുഷ്യവാസയോഗ്യമല്ലാത്ത സ്ഥലം, സാധ്യതകളൊന്നും ഇല്ലാത്ത സ്ഥലം. യേശു അവിടേക്കാണ് പോയത്. പക്ഷേ അതറിഞ്ഞപ്പോൾ ജനം യേശുവിന്റെ പിന്നാലെ പോകുകയാണ്. ജനത്തിനറിയാം ഈ സ്ഥലം, ഇത് നിർജ്ജന പ്രദേശമാണെന്നും മരുഭൂമിയാണെന്നും അവർക്കറിയാം. യാതൊരു സാധ്യതകളില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, ഭയാനകതകൾ നൽകുന്ന, ഏകാന്തതയുടെ തലങ്ങൾ നൽകുന്ന ആ സ്ഥലത്തേക്ക് ജനം മുഴുവൻ ഓടിയെത്തുകയാണ്. കാരണം എന്റെ ജീവിതത്തിന്റെ ഏകാന്തതകളെ, എന്റെ ജീവിതത്തിന്റെ മരുഭൂമിക്ക് തുല്യമായ, ശൂന്യ പ്രദേശങ്ങൾക്ക് തുല്യമായ, ജീവിതത്തിന്റെ ഭയാനകമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ സാധ്യതകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ സാധ്യതകൾ നൽകുവാൻ കഴിയുന്നത് എന്റെ ക്രിസ്തുവാണ്. ആ ഒരു വലിയ ദർശനത്തോടു കൂടിയാണ് ഈ ജനം മുഴുവൻ യേശുവിന്റെ അടുത്തേക്ക് എത്തുന്നത്. യേശു എവിടെയാണെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. നിർജ്ജന പ്രദേശത്ത് തന്നെയാണ്, മരുഭൂമിയിൽ തന്നെയാണ്. പക്ഷെ അവർ വരുന്നത് എന്തുകൊണ്ടാ? എന്റെ ജീവിതത്തിന്റെ മരുഭൂമി തുല്യമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ എനിക്ക് ആശ്വാസം തരുവാൻ, എനിക്ക് ധൈര്യം തരുവാൻ, എനിക്ക് പ്രത്യാശ തരുവാൻ, എനിക്ക് ബലം തരുവാൻ എന്റെ കർത്താവിന് സാധിക്കും. എനിക്ക് സൗഖ്യം തരുവാൻ സാധിക്കും. എന്റെ ജീവിതത്തിന്റെ അസാധ്യതകൾ മുഴുവൻ സാധ്യതകളാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ ജനം മുഴുവൻ അവിടെ എത്തിയത്. യേശു ഈ ജനത്തെ കണ്ടു. അവിടെ ഇങ്ങനെയാണ് യേശു പറയുന്നത്, ഈ ജനം എങ്ങനെയുള്ളവരാണ്? അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു. ഇതാണ് യേശു മനസ്സലിഞ്ഞു. അവരോട്
സംസാരിക്കുന്നുണ്ട്, അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ബലഹീനമായതിന് ബലം നൽകുന്നുണ്ട്, കൃപ അനുഭവിക്കേണ്ടവർക്ക് കൃപ നൽകുന്നുണ്ട്. ആ ജനം ആകമാനമായി പുതുക്കത്തിന്റെ അനുഭവത്തിലാണ്. നേരം പോയത് അറിഞ്ഞില്ല. ശിഷ്യന്മാർ നേരം വൈകിയത് അറിഞ്ഞു. യേശുവിന്റെ അടുക്കലേക്കൊരു പ്രാർത്ഥനയുമായി എത്തുകയാണ്. നമ്മളും കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകളുമായി എത്താറില്ലേ? അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരും അവന്റെ അടുക്കലേക്ക് ഒരു പ്രാർത്ഥനയുമായി എത്തുകയാണ്. എന്താ പ്രാർത്ഥന? നേരം വൈകി, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് അവരെ അവരുടെ ഊരുകളിലേക്ക് പറഞ്ഞയക്കണം. ദിസ് വാസ് ദ പ്രേയർ. ആ പ്രാർത്ഥന യേശു കേട്ടോ? ആ പ്രാർത്ഥന കേട്ട് യേശു അനുസരിച്ചോ? He denied that prayer. പ്രിയ ദൈവജനമേ, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ദൈവം തരണമെന്നില്ല, ക്രിസ്തു തരണമെന്നില്ല. അത് ഔട്ട്റൈറ്റായിട്ട് ഡിനേ ചെയ്യും. നോക്ക്, ഇവിടെ പ്രാർത്ഥനയുമായി കടന്നു വന്ന ക്രിസ്തു ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, പറ്റില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. You have a responsibility to feed them. ഈ നിർജ്ജന പ്രദേശത്ത് ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാ? സാധ്യമല്ല. അസാധ്യമായ ഒരു കാര്യം അവരോട് പറയുകയാണ്. ഏറ്റവും ഒടുവിൽ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ പറയുന്നു, 5 അപ്പവും 2 മീനും. അതൊരാൾക്ക് മാത്രമേ തികയൂ. 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. യേശു ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഇന്നലെ ബഹുമാനപ്പെട്ട രഞ്ജി വർഗീസ് അച്ഛൻ പ്രിയപ്പെട്ട PK സക്കറിയ അച്ഛനെ കുറിച്ച് ഒരു പരാമർശം നടത്തി. 2001 പോട്ടെ, 1982 ഞങ്ങൾ ഒരുമിച്ച് കോമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവല്ല മഞ്ഞാടി കോമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് ഞങ്ങളുടെ പ്രീ തിയോളജി ആരംഭിച്ചതാ. 2001 ബഹുമാനപ്പെട്ട അച്ഛൻ ഫിലദൽഫിയ ബേഥേൽ മാർത്തോമ ചർച്ചിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലം ഒരു കാർ ആക്സിഡന്റിൽ പെടുകയാണ്. അച്ഛന്റെ ചലനശേഷി അരയ്ക്ക് കീഴേ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ തന്നെ
വളരെ വേദനയോടും വളരെ നിരാശയോടും കൂടെ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്തിനാ ഇപ്രകാരം ഈ ഒരു അനുഭവം എനിക്ക് നൽകിയത്? ഇനി എന്നെ കൊണ്ടൊന്നിനും സാധ്യമല്ലല്ലോ. ഇനി എന്തിന് ഈ ജീവിതം? അപ്പോൾ ദൈവം അച്ഛനോട് സംസാരിച്ചു. പ്രിയ സഖറിയാച്ച, അച്ഛന്റെ കയ്യിൽ എന്തുണ്ട്? അതെ, അരയ്ക്ക് കീഴെ മുഴുവൻ തളർന്ന മനുഷ്യൻ പിന്നെ ഈ ഭാഗം മുതൽ മാത്രമേ ചലിക്കൂ. കൈകൾ ചലിപ്പിക്കാം, സംസാരിക്കാം, നാവിന് ചലനശേഷിയുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് ഇത് മാത്രമാണ്. എന്റെ കരങ്ങൾ ചലിപ്പിക്കാം, എന്റെ നാവുകൾ ചലിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, അത് മതി. പ്രിയ ദൈവജനമേ, 2001 ശേഷം ആ അച്ഛൻ കേരളത്തിലും ഇന്ത്യയിൽ എവിടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വീൽ ചെയറിൽ സഞ്ചരിച്ച് ഈ വീൽ ചെയർ പുൽപ്പിറ്റാക്കി തീർത്തു. എത്രയെത്ര ആളുകൾക്കാണ് ആശ്വാസവും ബലവും ധൈര്യവും ആത്മീയതയുടെ പുത്തൻ അനുഭവങ്ങളെ പകർന്നുകൊടുത്തത്. നിന്റെ കയ്യിൽ എന്തുണ്ട്? ചലിപ്പിക്കുന്ന ഈ കരങ്ങളും ചലിപ്പിക്കാൻ പറ്റുന്ന ഈ നാവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഈ അച്ഛൻ, ഇന്ന് രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നാഗർകോവിലിനടുത്ത് ദൈവവചന ശുശ്രൂഷയിൽ പോയിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇതാണ് ഈ 2026 ദൈവം നമ്മളോട് ചോദിക്കുന്നത്. What do you have in your hands? നിന്റെ പക്കൽ എന്തുണ്ട്? അത് നീ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? അതിനെ ഇരട്ടിപ്പിക്കാൻ, അതിനെ വർദ്ധിപ്പിക്കാൻ, അത് ദൈവമഹത്വത്തിനാക്കി തീർക്കുവാൻ എന്റെ കർത്താവിന് സാധിക്കും. ഞാൻ വേഗം പോകട്ടെ. 5 അപ്പവും 2 മീനുമായി അവിടെ എത്തുകയാ. യേശുവിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് യേശു അവരോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് എന്നെ കോരിത്തരിപ്പിക്കുന്നത്. ദൈവവചനത്തിന്റെ ബലം, ശക്തി എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. അവിടെ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ജനത്തെ പുല്ലിന്മേൽ ഇരുത്തുക. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇത്തിരി കൂടി ബലം നൽകുന്നതാ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ പച്ച പുല്ലിൽ ഇരുത്താൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു,
പുല്ലിന്മേലിരുത്തുക. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും അങ്ങനെ തന്നെയാ, പുല്ലിന്മേലിരുത്തുകയാ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് പറയുന്നത് പച്ച പുല്ലിന്മേൽ ഇരുത്തുക. പ്രിയ ദൈവജനമേ, this is the unique lifestyle of Jesus. അതുല്യമായ യേശുവിന്റെ ജീവഭാവമാണ്. എന്താ? ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഇരിക്കേണ്ട എന്നെയും നിങ്ങളെയും അവൻ പച്ചപ്പുല്ലിന്മേൽ ഇരുത്തുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറയട്ടെ, ഹല്ലേലൂയ. ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഇരിക്കേണ്ട എന്നെയും നിങ്ങളെയും പച്ചപ്പുല്ലിന്മേൽ ഇരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ നിർജ്ജന പ്രദേശത്ത്, ഈ മരുഭൂമിയിൽ എവിടെയാ പുല്ല്? എവിടെയാ പച്ചപ്പുല്ല്? പക്ഷെ യേശു പറയുന്നത് നിങ്ങൾ അവരെ എവിടെയാ ഇരുത്തേണ്ടത്? പച്ചപ്പുല്ലിൽ തന്നെ ഇരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഇരിക്കേണ്ട എന്നെയും നിങ്ങളെയും ഒക്കെ അവൻ പച്ചപ്പുൽത്തകിടിയിൽ ഇരുത്തുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഇരിപ്പാൻ സാധിക്കുന്നത്. ഈ ഒരു മഹത്വം നാം മനസ്സിലാക്കണം. The unique lifestyle of Jesus. ഇതാ നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാ യേശു പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ പ്രവർത്തനം പച്ചപ്പുൽത്തകിടിയിൽ ഇരിക്കേണ്ട, ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഇരിക്കേണ്ട എന്നെയും നിങ്ങളെയും പച്ചപ്പുൽത്തകിടിയിൽ ഇരുത്തുന്ന കർത്താവ്. അതുകൊണ്ട് തന്നെയല്ലേ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഇരിക്കുന്ന PK സക്കറിയാച്ചൻ ഇന്ന് ലോകത്തിന്റെ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പോയി ദൈവവചനം ശക്തിയോടെ പ്രഘോഷിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വീണ്ടും ആ വേദഭാഗം മുൻപോട്ട് പോകട്ടെ. 5 അപ്പം അവനെടുത്തു, സ്വർഗത്തേക്ക് നോക്കി, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനത്തിന് കൊടുക്ക എന്ന് പറഞ്ഞ് ആ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അവരെല്ലാം കൊടുത്തു തീർത്തു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പുരുഷന്മാർ മാത്രം 5000 പേർ തിന്ന് തൃപ്തരായി. ഇനിയുമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നാം ചെല്ലേണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, എന്തുണ്ട് ശേഷിപ്പ്? ആ ശേഷിപ്പൊന്നും വലിച്ചെറിയരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവരോട് പറയുന്നു, ശേഷിച്ച കഷ്ണങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കണം. ശേഷിപ്പ്. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും ശേഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളതിനെ വലിച്ചെറിയും, അല്ലേ? അങ്ങനെയല്ലേ? എന്നാൽ യേശു പറയുന്നു, വലിച്ചെറിയുന്നത് എന്തുകൊണ്ടാ? ഇൻസിഗ്നിഫിക്കന്റ് ആണ്, യാതൊരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് ശേഷിപ്പ് വന്നത് എന്ത് ചെയ്യാനാ? അത് വലിച്ചെറിയുകയല്ലാതെ. പക്ഷേ ക്രിസ്തു പറയുകയാണ്, these two are significant in my eyes.
എന്റെ കണ്ണിൽ ഈ ശേഷിപ്പുകളും ഏറ്റവും പ്രാധാന്യതയുള്ളതാണ്. പ്രിയ ദൈവജനമേ, ഞാൻ പറയും, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് മാർത്തോമാ സഭയുടെ ഒരധ്യക്ഷനായി നിൽക്കുന്നത് വലിച്ചെറിയപ്പെടേണ്ട ജീവിതം, തിരസ്കരിക്കപ്പെടേണ്ട ജീവിതം അവൻ കൂട്ടിച്ചേർത്തതുകൊണ്ട് മാത്രം ഇന്നിവിടെ നിൽക്കുന്നു. വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു. എത്ര അനുഗ്രഹീതമായ അനുഭവമാണ്. ഇനി മൂന്നാമത്തെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ മൂന്നാമത്തെ അനുഭവത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് 22ാമത്തെ വാക്യം. ഉടനെ, ഇതെല്ലാം കഴിഞ്ഞു, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടക് കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. He compelled the disciples to move from the place where they have experienced the wonder in their life. And this shore is wonderful, marvelous, unique. എത്ര സന്തോഷകരമായ അനുഭവമാ ഈ കരയിൽ. അവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും വേറെ, എല്ലാവരും തിന്ന് തൃപ്തരായ ആ അനുഗ്രഹീതമായ നിമിഷങ്ങളെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഉടനെ at the same moment യേശു ആ ശിഷ്യന്മാരെ ഈ കരയിൽ നിർത്തുകയല്ല. And this shore is a shore of wonder, marvel and unique. പക്ഷേ he is compelling the disciples to go the other side of the sea. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ചിന്തകളെ ഏറ്റവും ധന്യമാക്കുന്ന അനുഭവങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ ആഗ്രഹവും ഇവിടെ തന്നെ നിൽക്കണമെന്നാണ്. അതുകൊണ്ടാ യേശു ഉടനെ എന്ന വാക്കിന്റെ ആ പ്രാധാന്യത അവിടെ നിൽക്കുന്നത്. ഉടനെ, at the same moment he compelled, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. Go to the other side of the sea. The other side of the sea is not with wonders, not with marvel experience. Nothing is there. മനുഷ്യ ജീവിതം
അതിൻ്റെ മറു അനുഭവം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ പെട്ടെന്ന് രോഗിയായി തീരുകയാണ്. തകർന്നു പോവും, തളർന്നു പോവും. പക്ഷേ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ആരോഗ്യ ദൃഢമായ അനുഭവങ്ങളിലും രോഗാതുരമായ അനുഭവങ്ങളിലും സമചിത്തതയോടെ സ്ഥിരമാനസമായി കർത്താവിങ്കിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടവരാ. അവരെ പറഞ്ഞയച്ചതിന് ശേഷം യേശു എന്താ ചെയ്യുന്നത്? അവൻ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായതിനാൽ തിരകളാൽ അവർ വലഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 48-ാം വാക്യം കൂടി ഒന്ന് വായിക്കണം. ആർക്കെങ്കിലും ആ വാക്യം വായിക്കാമോ? മർക്കോസ് 6:48. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു. വലയുന്നത് അവൻ കണ്ടു. മതി, എനിക്ക് അത്രയും ആ ഭാഗം മതി. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാണ്. തണ്ടു വലിച്ചു വലഞ്ഞു. That means they are going to perish in that sea itself. അവരുടെ ജീവിതം അവിടെ തകരുകയാണ്. പക്ഷേ അവിടെ എഴുതിയത് എങ്ങനെയാ? അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. പ്ലീസ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ കാണുന്നവനാ. ആരെയാ? സ്തേഫാനോസ് തിരുമേനിയെ കാണുന്നവനാ. കടന്നു പോകുന്ന ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും കാണുന്നവനാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അവൻ കാണുന്നവനാ. നോക്ക്, പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. യേശുവോ തനിയെ മലയിൽ പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, ശിഷ്യന്മാർ ആ രാത്രിയിൽ തണ്ടു വലിച്ചു വലയുന്നത് കണ്ടു. ഇതാ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം. എന്നെ കാണുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. എന്നെ കാണുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വായിക്കണം ആ വേദഭാഗം. സാറ തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന്റെ മാറിടത്തിലേക്ക് കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? 75-ാമത്തെ വയസ്സിലാണ്. അബ്രഹാമിന് 75 വയസ്സും സാറായിക്ക് 65 വയസ്സും. മക്കളില്ല. പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ നോക്കുക, അതുപോലെ ആയിരിക്കും നിന്റെ സന്തതി. എപ്പോഴാ? 75 വയസ്സും 65 വയസ്സും. അസാധ്യമാണ്. അവിടെ
ദൈവത്തിൻ്റെ ആ വലിയ പ്രോമിസ് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അവർക്ക്. സാറ പറഞ്ഞു, എൻ്റെ ദാസി, മിസ്രയീമ ദാസി ഉണ്ടല്ലോ ഹാഗാർ, അവളിലൊരു മകൻ നിനക്ക് ജനിക്കട്ടെ. ഹാഗാർ ഗർഭവതിയായി. ആ ഹാഗാറിന്റെ മുൻപിൽ സാറ പരിഹാസ വിഷയമായി തീരുന്നുവെന്ന് തോന്നിയപ്പോൾ അബ്രഹാമിനോട് സാറ കംപ്ലൈന്റ് ചെയ്യുകയാണ്. നീ മൂലം, ആ ദാസി മൂലം ഞാനിപ്പോൾ ഒരു പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നു, ഇതിനൊരു പരിഹാരം വേണം. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു. പീഡിപ്പിക്കുവാൻ തുടങ്ങി, പീഡനം ആരംഭിച്ചു. പീഡനം സഹിക്കുവാൻ കഴിയുന്നില്ല. പൂർണ്ണ ഗർഭവതിയായ ആ ഹാഗാർ അബ്രഹാമിന്റെ ഭവനം വിട്ടോടുകയാണ്. She was not able to withstand ആ പീഡനങ്ങളെ ഒന്നും സഹിക്കുവാൻ കഴിയാതെ അവൾ അബ്രഹാമിന്റെ വീട് വിട്ടോടുകയാ. എങ്ങോട്ടെന്നറിയില്ല. ശൂർ മരുഭൂമിക്ക് പോകുന്ന വഴിയാ. മരുഭൂമിയിലൂടെയാണ് യാത്ര. നിങ്ങൾ ആ വേദഭാഗം വീട്ടിൽ പോയി ഒന്ന് വായിക്കണം കേട്ടോ. 16-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം. ഹാഗാറിന്റെ ഓട്ടമാണ്. എങ്ങോട്ടെന്നറിയില്ല, ലക്ഷ്യമില്ല. പീഡനം സഹിക്കവയ്യാതെ ഓടുകയാ. അപ്പോഴാണ് ശൂരിന് പോകുന്ന മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ഒരു നീരുറവിന്റെ അരികെ ദൈവത്തിന്റെ ദൂതൻ അവളോട് സംസാരിക്കുകയാണ്. എനിക്കിവിടെ ആ ഭാഗം വായിക്കുമ്പോൾ ഒന്നുകൂടി പറയാനായിട്ടുള്ളത്, നീ നിന്റെ യജമാനത്തിയായ സാറായുടെ പീഡനം സഹിക്കാതെ അവിടെ നിന്നിറങ്ങിയോടുമ്പോഴും, മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കുമ്പോഴും, ഈ മരുഭൂമിയിലും നിനക്ക് വേണ്ടി ഒരു നീരുറവ് കരുതുന്ന കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു നീരുറവ് ഒരുക്കുന്ന കർത്താവ്. ഈ മരുഭൂമിയിലും നീ തളർന്നു പോകും. ഈ തളർന്നു പോകുന്ന ഈ യാത്രയിലും നിനക്ക് വേണ്ടി ഒരു നീരുറവ് ഒരുക്കുന്ന ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ മറക്കത്തില്ല. ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഈ മരുഭൂമിയിലും നിനക്ക് വേണ്ടി ഒരു നീരുറവ് ഒരുക്കിയിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ ദൂതൻ നിന്നോട് സംസാരിച്ചു. അവിടെ ചോദിക്കുന്നത്, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറി, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു? ചോദ്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിന്റെ ഈ യാത്രയിൽ ആരുപോലും അറിയാത്ത ഈ മരുഭൂമിയുടെ പ്രതലത്തിൽ നിന്നെ അറിയുന്ന, നിന്നെ പോർച്ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ജീവിതത്തിന്റെ മരുഭൂമി തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ പോർച്ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാറേ എന്ന് വിളിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പോർച്ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാറിനെ മാത്രമല്ല. അപ്പോൾ ഹാഗാർ കാര്യമെല്ലാം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുകയാ, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. അത് സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ അവൾ അബ്രഹാമിന്റെ ഭവനം വിട്ടോടിയത്.
പക്ഷേ ദൈവം പറയുന്നു, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. It is impossible to obey this command. ചിലപ്പോൾ ദൈവം നമ്മളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നതും ഇങ്ങനെയാ. നമുക്കിഷ്ടമില്ലാത്ത മേഖലകളിൽ കൂടി സഞ്ചരിപ്പാനും അവൻ നമ്മെ ഒരുക്കുന്നു. നമ്മൾക്കെപ്പോഴും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് വേണം, ഹാപ്പിനെസ് വേണം. ചിലപ്പോൾ അത് ലഭിക്കാതെ പോകുന്ന അനുഭവങ്ങൾ. Go through the crisis, but be firm that Christ is in that crisis. ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ ഹാഗാർ പറയുന്ന ഒരു വാക്കാണിത്. ഹാഗാറിനോട് വലിയ പ്രോമിസ് നൽകുന്നുണ്ട്. നിന്റെ മകനെ ഞാൻ വലിയൊരു ജാതിയാക്കും. നിന്റെ സങ്കടത്തിൽ നിന്ന് നിനക്കൊരു മകൻ പിറന്നിരിക്കുന്നു, അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. ആ ദാസിയുടെ മകന്റെ പേര് പോലും നിശ്ചയിച്ച് പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി ഓടിയതാ നിരാശയോടെ. ഇനിയും ഞാൻ എന്തു ചെയ്യുമെന്ന് കരുതി ഓടിയതാ. പക്ഷെ പുതിയ പാതകളിലേക്ക് അവൻ നയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും അപ്രകാരം പുതിയ പാതകളിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം 2026 നാം അനുഭവിച്ചറിയണം. അപ്പോൾ ഹാഗാർ പറയുന്നൊരു വാക്കാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പേരിടുന്നത് അടിമയായ ദാസിയായ ഹാഗാർ ആണെന്ന് കൂടി നാം മനസ്സിലാക്കണം. യാതൊരു യോഗ്യതയുമില്ലാത്ത ഹാഗാർ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന് ആദ്യമായി പേരിടുകയാ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നെ കാണുന്നവൻ എന്ന് പേരിട്ടു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുകയാ, തണ്ടുവലിച്ച് വലയുന്ന ശിഷ്യന്മാർ, കരയിൽ നിന്ന് പടക് പല നാഴിക ദൂരത്തായിരിക്കുന്നു. ആ രാത്രിയുടെ യാമത്തിൽ ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ യേശു കാണുകയാ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ അത് സന്തോഷമാകട്ടെ, ആനന്ദമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, ആരോഗ്യമാകട്ടെ, അനാരോഗ്യമാകട്ടെ, വിജയമാകട്ടെ, പരാജയമാകട്ടെ, നിരാശയാകട്ടെ, അസാധ്യതകൾ നിറഞ്ഞതാകട്ടെ, അതിന്റെ മധ്യത്തിൽ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആ പൂർണ്ണമായ അറിവും ബോധ്യവും എന്നെ മറുകരയിലേക്ക് നടത്തും. ഇതാ ദൈവത്തിന്റെ പ്രവർത്തനം. ആ രാത്രിയുടെ 4-ാം യാമത്തിൽ, അതായത് 3 മണിക്കും 6 മണിക്കും അടങ്ങുന്ന ആ സമയം, ആ 4-ാം യാമത്തിൽ അവൻ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. പ്രിയ ദൈവജനമേ, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. ജീസസ് ഈസ് ഓപ്റ്റിംഗ് the unusual ways to reach our life. സാധാരണ വഴികളല്ല, അസാധാരണ വഴികളും അവൻ ഉപയോഗിക്കുന്നു. കടലിന്മേൽ നടന്ന് അവൻ അവിടെ എത്തി. കടലിന്മേൽ നടക്കുക അത് സാധാരണ വഴിയല്ല,
അസാധാരണ വഴിയാണ്. ഇവിടെയാണ് ജീസസ് ഈസ് ചൂസിങ് ദി അൺയൂഷ്വൽ വേസ് ടു റീച്ച് ടു മൈ ലൈഫ്, to proclaim that I am in control of His Majesty. Unusual ways. പല പല അനുഭവങ്ങളെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രിയ ദൈവജനമേ, നോക്ക്, ഇവിടെ യേശു അവരുടെ അടുക്കലെത്തി. ആ രാത്രിയുടെ 4-ാം യാമത്തിൽ അസാധാരണമായ വഴികളിലൂടെ അവൻ അവിടെ എത്തി. ഇത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനും നിന്റെ അടുക്കൽ ഈ സമുദ്രത്തിലൂടെ നടന്നു വരട്ടെ. അങ്ങനെ ഒന്ന് കൽപ്പിക്ക്. യേശു കൽപ്പിച്ചു, വാ. പത്രോസ് ആ വെള്ളത്തിലിറങ്ങി നടന്നു എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പിന്നെ സംഭവിച്ചത്, ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ ഉയർന്നു വരുന്ന തിരമാലകൾ കണ്ട് അവൻ ഭയന്നുപോയി, താണു, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. പത്രോസ് അവനെ രക്ഷിച്ചുകൊണ്ട് ആ പടകിലേക്ക് കയറുകയാണ്. യേശു ആ പടകിലേക്ക് കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഇവൻ ദൈവപുത്രൻ എന്ന് അറിഞ്ഞു. ആര്? ശിഷ്യന്മാർ എല്ലാവരും. പ്രിയ ദൈവജനമേ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്തിനായിരുന്നു ഈ കാറ്റും കോളും? ശിഷ്യന്മാർ വ്യക്തമായി അറിയണം, ഇവൻ ദൈവപുത്രനാണെന്ന്. There is a reason behind this crisis. There is no suffering without a purpose. ഒരു കഷ്ടതയും ഉദ്ദേശമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഓരോ കഷ്ടതയ്ക്കും അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഈ ശിഷ്യന്മാർ അവനെ അറിഞ്ഞു, നീ ദൈവപുത്രൻ. പ്രിയ ദൈവജനമേ, എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, Jesus worked in unusual ways. ഞാൻ ജനിച്ചത് നിരണത്താണ്. 7 വയസ്സ് വരെ നിരണത്ത് വളർന്നു. അതിനുശേഷമാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് അച്ചായൻ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയത്. മധ്യവേനൽ അവധി വരുമ്പോൾ ഞങ്ങളെല്ലാവരെയും 2 മാസം അച്ചായൻ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. ആ 2 മാസം ഞങ്ങൾ കൊച്ചിയിലാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ ആ വർഷത്തെ, അന്ന് എനിക്ക് 6 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഞങ്ങളെല്ലാവരെയും കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അന്നത്തെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല യാത്ര ബോട്ട് യാത്രയാണ്. ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ഒരു വലിയ ബോട്ട്, അത് എറണാകുളം വരെയുണ്ട്. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ ഇറങ്ങും. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. 4:30 മണിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് വരും. 5 മണിയാകുമ്പോൾ പുളിക്കീഴ് കടവിൽ വരും. നിരണത്തിനടുത്ത് പുളിക്കീഴ് കടവാണ്. അവിടെയാണ് ബോട്ട് ജെട്ടി. ഞങ്ങളെല്ലാവരും ഉണ്ട്. 4 ആൺമക്കളുണ്ട്. സഹോദരി അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇല്ല. ഞങ്ങളെല്ലാവരെയും, അച്ഛനും അമ്മയും ഞങ്ങൾ 4 മക്കളും യാത്ര ആരംഭിച്ചു. ഏകദേശം 8 മണിയായപ്പോൾ എല്ലാവരും അത്താഴം കഴിച്ചു. പിന്നെ ഉറങ്ങാനുള്ള സമയമാണ്. ആ ബോട്ടെന്ന് പറഞ്ഞാൽ വലിയ ബോട്ടാണ്. ഏകദേശം ഇത്രയും വലിപ്പം കാണും. അതിൻ്റെ അടിഭാഗം മുഴുവൻ ചെങ്ങന്നൂരിൽ നിന്ന് പോകുമ്പോൾ ഈ പ്രദേശത്തുള്ള മലഞ്ചരക്കുകളും അങ്ങനെ അരിയും ഒക്കെ സാധനങ്ങൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക.
മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ, കമ്പി, സിമെന്റ് എല്ലാം അവിടെ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ആ മുകൾ തട്ട് അവിടെയാണ് പിന്നെ ബാക്കി എല്ലാവരും കിടന്നുറങ്ങുന്നത്. യാത്രക്കാർ ഉറങ്ങുന്നത് അവിടെയാണ്, അതിൻ്റെ മുകൾ തട്ടിലാണ്. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞു, എല്ലാവരും ഉറങ്ങുക. ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങളെ മക്കളെ എല്ലാവരെയും ഉറക്കി കിടത്തി അവരും ഉറങ്ങുന്നു. ബാക്കി എല്ലാ യാത്രക്കാരും ഉറങ്ങുകയാണ്. കാരണം നല്ല കാറ്റാണ് ആ ബോട്ടിലെ യാത്ര, കായലിലൂടെയുള്ള യാത്ര. അങ്ങനെ ഏകദേശം രാത്രി 3 മണിയോട് അടുക്കാറായി. ആ ബോട്ടിൽ വേറെ ആരും ഉണർന്നിരിപ്പില്ല. 3 പേരാണ് ഉണർന്നിരിക്കുന്നത്. ഒന്ന്, ആ ബോട്ടിന്റെ മുകളിൽ ഇരിക്കുന്ന, ബോട്ട് നിയന്ത്രിക്കുന്ന സ്രാങ്ക് എന്ന് പറയുന്ന മനുഷ്യൻ, ഡ്രൈവർ. പിന്നെ 2 പേർ ഓരോ ബോട്ട് ജെട്ടിയിലേക്കും അടുക്കുമ്പോൾ ആ ബോട്ട് അടുപ്പിക്കുന്നവർ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു വലിയ മരക്കുറ്റിയിലേക്ക് കയറ് വലിച്ചെറിഞ്ഞ് ആ ബോട്ട് അടുപ്പിക്കുന്നു 2 പേർ. 3 പേരാണ് ഉണർന്നിരിക്കുന്നത്. ഏകദേശം 3 മണിയോട് അടുക്കാറായി. ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുന്നത് ആ ബോട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരാൾ കണ്ടു. ഞാൻ അവിടെ നടന്ന് ഇനിയും ഒരു സ്റ്റെപ്പ് വെച്ചാൽ വേമ്പനാട്ട് കായലിലേക്കാണ് വീഴുക. പിന്നെ ഇങ്ങനെ ഒരാൾ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ആരും അറിയില്ല. അദ്ദേഹം ഓടി വന്ന് എന്നെ കോരിയെടുത്തു. ആരുടെ മകനാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ ഉറക്കി കിടത്തി. രാവിലെ അച്ചായനും അമ്മയും എഴുന്നേറ്റപ്പോൾ മക്കളെ എണ്ണി നോക്കി, 4 പേരായിരുന്നല്ലോ, ഇപ്പോൾ 3 പേരേ ഉള്ളൂ, ഒരാളെ കാണാനില്ല. വാവിട്ട് നിലവിളിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ എന്നെയും കൊണ്ട് എൻ്റെ അച്ചായന്റെയും അമ്മയുടെയും അടുക്കൽ വന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണിത് അറിയുന്നത് തന്നെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ക്രൈസ്റ്റ് ഈസ് വർക്കിംഗ് ഇൻ ദി അൺയൂഷ്വൽ വേസ്. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴും എന്നെ കാണുന്ന ദൈവം, എൻ്റെ അച്ചായനും അമ്മയും എൻ്റെ സഹോദരന്മാരും ഉറങ്ങിയപ്പോഴും ഞാൻ എഴുന്നേറ്റപ്പോഴും ഇനി ഈ വേമ്പനാട്ട് കായലിലേക്ക് വീഴാൻ പോകുന്നതിന് മുൻപേയും എന്നെ കാണുന്ന ദൈവം, എന്നെ കണ്ട ദൈവം. And he walked through the person who was working in that boat. യേശു എന്നെ രക്ഷിച്ചു in an unusual ways. Hallelujah. Hallelujah. ഇതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും യേശു ദൈവപുത്രനെന്ന് മനസ്സിലാക്കുവാൻ അവൻ തരുന്ന അനുഭവങ്ങളാ. അത് സന്തോഷവും ആനന്ദവും ഉല്ലാസവും ദുഃഖവും വേദനയും രോഗവും ആരോഗ്യവും വിജയവും പരാജയവും എല്ലാമായിരിക്കാം. പക്ഷെ നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ നിരാശിതരാകരുത്. എൻ്റെ കർത്താവിൽ വിശ്വസിക്കുക. And he is there to redeem us. എന്നെ രക്ഷിച്ച കർത്താവിന് നിങ്ങളെയും രക്ഷിക്കാം. എന്നെ കണ്ട കർത്താവിന് നിങ്ങളെയും കാണാം. ഹാഗാറേ, നിന്നെ മാത്രമല്ലല്ലോ ദൈവം കണ്ടത്, എന്നെയും കണ്ടില്ലേ? പ്രിയ ദൈവമക്കളെ, ഈ വലിയ അനുഭവത്തോടുകൂടെ 2026 എന്ന സംവത്സരത്തിലെ ഓരോ ദിനങ്ങൾ പിന്നിടുവാനും സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച് ഓരോ നിമിഷം പ്രാർത്ഥിച്ചാട്ടെ.
എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെ കുറിച്ച് നീ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്ന കർത്താവ് 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറയുവാൻ തളരാത്ത കൈകളും തളരാത്ത നാവും ഉണ്ടെന്ന് പറഞ്ഞ അപ്പിക്കെ സക്കറിയാച്ചനെ പോലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഉള്ളത് നിനക്കായി തരുവാൻ ഞങ്ങളെ സഹായിക്കണം. ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മുകളിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പച്ച പുൽത്തകിടി ഒരുക്കുന്ന നിന്റെ കരുണയ്ക്കായി സ്തോത്രം. എല്ലാം വലിച്ചെറിയപ്പെടുന്ന, ശേഷിക്കുന്നതൊക്കെ വലിച്ചെറിയപ്പെടുന്ന, ഒന്നിനും കൊള്ളരുതാത്തത് എന്ന് മനസ്സിലാക്കുന്ന ആ അനുഭവങ്ങളെ, ഇല്ല മകനെ, ഇല്ല മകളെ, നീ വലിച്ചെറിയപ്പെടേണ്ടവളല്ല. നീ എന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കേണ്ടവളാണ്. നിന്റെ കൈകളിൽ നീ സുരക്ഷിതനായിരിക്കേണ്ടതാണ്. ഞാൻ നിന്നെ വലിച്ചെറിയാൻ ഒരിക്കലും സമ്മതിക്കില്ല. രാത്രിയുടെ 4-ാം യാമത്തിലും എന്റെ അടുക്കലേക്ക് വരുന്ന ദൈവം, അവർ തണ്ടു വലിച്ചു വലയുന്നത് മലമുകളിൽ ഇരുന്നു കൊണ്ട് കാണുന്ന അവന്റെ കണ്ണുകളുടെ ശക്തി. ദൈവമേ, ഞങ്ങളെയും കാണുന്നുവല്ലോ. എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിൽ, ലോകവിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു ദാസി ഹാഗാർ ദൈവത്തിന് പേരിട്ടു, എന്നെ കാണുന്നവൻ. ദൈവമേ, നിന്റെ ആ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ അൺയൂഷ്വൽ വേസിലൂടെ ഞങ്ങളെ രക്ഷിക്കുന്ന നിന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ, ദി അൺയൂഷ്വൽ വേസ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതും അങ്ങനെയാണ്. അസാധാരണമായ ജീവിത അനുഭവങ്ങളിലൂടെ എന്നെ കരുതുന്ന ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം, ഞങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടാനുഭവങ്ങളിലും ഓരോ പ്രതികൂലങ്ങളിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ദൈവപുത്രൻ എന്നറിയണം. യേശു പടകിലേക്ക് കയറിയപ്പോൾ കാറ്റമർന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതം വളരെയധികം പ്രതികൂലാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തകർന്നുപോയി, തരിപ്പണമായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, അവിടെ അവൻ ആ പടകിലേക്കൊന്ന് കയറുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ ഉള്ളങ്ങളിലേക്കൊന്ന് കയറുമ്പോൾ കാറ്റമരും, എല്ലാം ശാന്തമാകും. അവൻ പ്രവേശിപ്പാൻ തക്കവണ്ണം എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തണം. നീ ദൈവപുത്രനാണ്, നീ ദൈവപുത്രനാണ്. ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അപ്രകാരം 2026 4-ാം ദിവസത്തിൽ ഈ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം കൂടി വന്നിരിക്കുന്ന ദൈവജനം നിന്നിൽ ആനന്ദിക്കണം.
ഒരു സമർപ്പണത്തോടുകൂടെ നമുക്ക് പിരിയാം. സമർപ്പിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എഴുന്നേൽക്കാം. ഈ പാട്ടെന്നോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും ആ സമർപ്പണ ഗാനമായി പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സമർപ്പണത്തിന്റെ അനുഭവമായ രണ്ട് കൈകളെയും ഉയർത്തി ഇനിയുള്ള സ്റ്റാൻസ നമുക്ക് പാടാം. എല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ അടയാളമായി എല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തിക്കട്ടെ. രണ്ട് കൈകളും ഉയർത്തിക്കാട്ടെ. എല്ലാവരും സത്യദൈവത്തിൽ ഏകപുത്രനാം അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കൈകളും ഉയർത്തി നല്ലതുപോലെ ഉയരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാട്ടെ. ബഹുമാനപ്പെട്ട റെഞ്ചി വർഗീസ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കും. മനസ്സിൽ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിനത്തിന്റെ ധന്യമായ നിമിഷങ്ങളിൽ
വിവിധ സ്ഥാനങ്ങളായിരുന്ന ഞങ്ങൾ കർത്താവേ ദേവാലയത്തിലേക്ക് ചേർന്ന് വന്ന് തിരുശരീരം ഭക്ഷിപ്പാനും രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ അർഹരാക്കിയ നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവേ. അതിനുശേഷം വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തിരുന്ന് ശ്രദ്ധിപ്പാൻ ജീവിതത്തിലൊരു അവസരം കൊണ്ട് നീ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. മറ്റുള്ളവർ ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങളുടെ വേദനകൾ മറ്റുള്ളവർ അറിയുന്നില്ല, ഞങ്ങളുടെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴിക്കുന്ന കണ്ണുനീരാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ രാത്രിയുടെ 4 യാമത്തിലും ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ, ഞങ്ങളുടെ ഹൃദയം ഭാരപ്പെടുമ്പോൾ, ഞങ്ങളുടെ അടുത്തേക്ക് കർത്താവേ മുഖാന്തരങ്ങളോട് എത്തുന്ന ഞങ്ങളുടെ നാഥ നിനക്ക് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിയിൽ കൂടെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. വ്യാഴാഴ്ച മുതൽ കർത്താവേ ഒരു പുതിയ വർഷം ആരംഭിച്ച സമയം മുതൽ കർത്താവേ വചനത്തിന് മുൻപിലിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. വിശ്വാസത്തോടെ മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് അവിടെ ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്തല്ലോ. ജോസഫിനെ പോലെ നിലപാടുമായി ഉറച്ചുകൊണ്ട് ദൈവഭയത്തോട് വിശ്വസ്ത ജീവിപ്പാൻ ഞങ്ങളെ ഓർപ്പിച്ചല്ലപ്പ. മരിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞിനെ അവൾ ഉറങ്ങുക എന്നും പറഞ്ഞ് അവളെ ഉണർത്തിയ നാഥ, ഞങ്ങളുടെ മരവിപ്പിനെയൊക്കെ ബലപ്പെടുത്തി ശക്തീകരിക്കുന്ന നാഥ, ഇന്നും നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ഞങ്ങളോട് നീ സംസാരിച്ചല്ലോ കർത്താവേ. ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ കൈവിട്ടു പോയെന്ന് തോന്നിയപ്പോഴും അത് തിരിച്ചു പിടിക്കുവാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നാഥനുണ്ട്. അത് കർത്താവേ, ഈ വർഷം ഞങ്ങളത് കേട്ട് മടങ്ങിപ്പോകുമ്പോൾ, ഈ ഒരു വർഷത്തെ ഞങ്ങൾ കാണാൻ ഇതുവരെയും കാണാത്ത അനുഭവിക്കാത്ത ജീവിതാനുഭവങ്ങളൊക്കെ പ്രവേശിക്കുമ്പോൾ, പരിപരത്ത ജീവിതാനുഭവത്തിൽ കൂടെ ഞങ്ങൾ നടക്കുമ്പോൾ, അപ്പൊ ഇത് ഞങ്ങൾക്കൊരു ബലമാകണമേ. ഞങ്ങളെ അറിയുന്ന ദൈവം, മരുഭൂമിയിൽ ഞങ്ങളെ അറിയുന്ന ദൈവം കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ വേദനയിൽ ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ ഞങ്ങളെ അറിയുന്ന ദൈവം, അറിയുന്നവൻ മാത്രമല്ല മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവം കൂടെയാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ പോകട്ടെ. ഈ വർഷത്തെ കൺവെൻഷൻ വ്യാപരിപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രയും ജനങ്ങൾ കർത്താവേ വലിയ ദൂരം യാത്ര ചെയ്തവർ വന്ന് കർത്താവേ ആവേശത്തോടെ വചനം കേട്ടെങ്കിൽ അതൊന്നും പതിരായി പോകരുതപ്പാ. അതെല്ലാം ഫലവത്തായി തീരുന്ന അനുഭവങ്ങളാക്കി ഇന്നു മുതൽ കർത്താവെ അത് ജഡം ധരിക്കുന്ന അനുഭവമാക്കി നീ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിക്കായിട്ട് സ്തോത്രം. കൊടുത്തിരിക്കുന്ന കർത്താവെ കാര്യക്ഷമതയ്ക്കായിട്ട് ദർശനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഉത്തരാസനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെയും അൽബാനി നേതാക്കന്മാർക്കും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠർക്കായിട്ട് സ്തോത്രം. ഈ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പുതുവർഷം കർത്താവെ ധന്യമായി ഈ ഭദ്രാസനത്തിന്റെ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്ക് ഏറെ കർത്താവ് മുതൽക്കൂട്ടായി മാറുവാൻ നേടിയാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ഇവിടുന്ന് പിരിയുകയാണ്. എന്നാൽ പിരിഞ്ഞിനുള്ള ജീവിതയാത്രയിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയണപ്പാ. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവർ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകണം. ഞങ്ങളുടെ പരിമിതികളെ കുറവുകളൊക്കെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. എന്ത് നിനക്ക് തരാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. പരിമിതി ഉണ്ടപ്പാ, കുറവുണ്ട്, എന്നാൽ അത് നീക്കുപോക്ക് നൽകി കൈവെളിയിൽ കർത്താവേ അത് നീ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ദൈവം നടത്തി. ഞങ്ങളുടെ യാത്രയോടൊക്കെ നീ കൂടെ ഇരിക്കണം. മുൻപോട്ടുള്ള ഞങ്ങളുടെ ചിന്തയെ നീ അനുഗ്രഹിക്കണമേ. നല്ല ദർശനം തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരുടെ മേലും നമ്മൾ കേട്ട ദൈവവചനത്തിന്മേലും എപ്പോഴും ഉണ്ടായിരുന്ന വഴി നടത്തുമാറാകട്ടെ.